കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഗൂഢാലോചന നടത്തിയെന്ന് വെളിപ്പെടുത്തൽ. കെ സുധാകരന്റെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖാദറാണ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടത്തിയത് സണ്ണി ജോസഫ് ആണെന്ന് അബ്ദുൽ ഖാദർ ആരോപിക്കുന്നു. ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ കൊണ്ടുപോയി സുധാകരനെ നാണം കെടുത്തിയെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് കെ സുധാകരൻ നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. AICC നിരീക്ഷക ദീപാദാസ് മുൻഷിയും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും കണ്ണൂർ പാർലമെന്റ് സീറ്റിലേക്ക് നിർദ്ദേശിച്ചത് VP റഷീദിന്റെ പേരായിരുന്നു. നിയമസഭയാണ് താല്പര്യമെന്നറിയിച്ച കെ സുധാകരനെ സണ്ണി ജോസഫ് ഇടപെട്ടാണ് മത്സരത്തിനിറക്കിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. അദ്ദേഹത്തെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. സുധാകരേട്ടനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നു എന്നും അബ്ദുൽ ഖാദർ വെളിപ്പെടുത്തുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരും കണ്ണൂരിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടാകരുതെന്ന ഗൂഢാലോചന പണ്ടേയുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ കേസിൽ കൊടുക്കുകയോ രക്തസാക്ഷിയാക്കുകയോ ചെയ്യും. ഇതിന് പിന്നിൽ കളിക്കുന്നത് സണ്ണി ജോസഫാണ്. സുധാകരനെ ചതിച്ച സണ്ണി ജോസഫിനെ വിജയിപ്പിക്കരുതെന്ന് പേരാവൂരിലെ കോൺഗ്രസുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചതി കോൺഗ്രസുകാർ സഹിക്കില്ല. സണ്ണി ജോസഫിനെ ഉറപ്പായും തോൽപ്പിച്ചിരിക്കും എന്നും അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് പറയുന്നു. കെ സുധാകരനെ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് AICCക്ക് കത്തയച്ച വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും വാദങ്ങൾ തെറ്റാണെന്നും അബ്ദുൽ ഖാദർ ആരോപിച്ചു. KPCCക്ക് നൽകിയ കത്ത് വ്യാജമാണെങ്കിൽ ഇരുവരും അത് തെളിയിക്കാനും അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. സുധാകരന് കണ്ണൂരിൽ വിജയസാധ്യതയില്ലെന്നും TO മോഹനെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെടുന്ന കത്തുകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളുടെ പേരിൽ പ്രചരിച്ചത്. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകരിലും പ്രാദേശിക നേതൃത്വത്തിനും എതിർപ്പുണ്ടെന്നും കത്തിലുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി കെ സുധാകരന്റെ വിശ്വസ്തൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വെറുതെ ഒന്നും ആവില്ല.